ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്ന യു കെയിലെ കാര്യങ്ങൾ പറയാൻ വേണ്ടി ഒന്നുമില്ല കേട്ടോ. ഇതിനെ നിങ്ങൾ എത്ര പേര് കാണുന്നു, എത്ര പേര് ഷെയർ ചെയ്യുന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പറയാനുള്ള കാര്യം പറയുന്നു എന്നേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം, അതായത് ഒരാഴ്ച മുമ്പ് കണ്ടതെന്നു ഞാൻ ഈ യു കെയിലേക്ക് കയറി വരുന്നവരെ കുറിച്ച്, അതല്ലാതെ നമ്മുടെ നാട്ടിലുള്ളവരെ പറയുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ ചെറിയൊരു വീഡിയോ എടുത്ത് ഷോർട്ട് വീഡിയോ ആയിട്ടിട്ടായിരുന്നു. അപ്പോൾ അത് അധികം ആൾക്കാരൊന്നും കണ്ടില്ല, 300 പേർ അത് താഴെ കണ്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്തൊരു കമൻറ്റ് വന്നു. ആ കമൻറ്റ് ഞാൻ റിപ്ലൈ കൊടുക്കാൻ ചെന്നപ്പോൾ തന്നെ കമൻറ്റ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് എനിക്ക് അതിൽ റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല. പുള്ളിക്കുള്ള റിപ്ലൈ ആണിത്. അപ്പോൾ ആ കമൻറ്റ് ഇങ്ങനെ വന്ന് ഇങ്ങനെയാണ്: ഇവിടെ നാട്ടിൽ കഴിവുള്ളവന് ജോലി കിട്ടുന്നുണ്ട്, പിന്നെ നാട്ടിൽ അങ്ങനെ യുവാക്കൾക്ക് ജോലി കിട്ടാതെ ഒന്നുമില്ല, എല്ലാവർക്കും ജോലി കിട്ടുന്നുണ്ട്. അപ്പോളെ ആ ഒരു കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നി പുള്ളിക്കാരൻ ഏതോ രാഷ്ട്രീയക്കാരനാണ്. സത്യമായിരുന്നു, പുള്ളിക്കാരൻ രാഷ്ട്രീയക്കാരനാണ്. കാരണം പുള്ളിക്കാരൻ്റെ നമ്മുടെ അതിൻ്റെ അകത്ത് ഫോട്ടോ കാണാമല്ലോ. അപ്പം ആ ഫോട്ടോയ്ക്ക് അത് പുള്ളി കതിരിട്ടുണ്ടാകുന്ന നിന്ന് ഏത് രാഷ്ട്രീയക്കാരനാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ള പുള്ളിയോടാണ്, കാണാൻ കഴിവുള്ള പിന്നെ കേരളത്തിൽ ജോലി കിട്ടുള്ളൂ എന്ന് പറയുന്നു. അപ്പം ഈ ജോലിയും കൂലിയും ഇല്ലാതെ ഇപ്പോൾ ചുമ്മാ വീട്ടിൽ കുത്തിരിക്കുന്നവരൊക്കെ കഴിവില്ലാത്തവരെന്നാണോ ചേട്ടൻ ഈ പറയുന്നത്? അല്ല, എനിക്കറിയാൻ പറ്റുന്ന ചോദിക്കുകയാണ്. കാരണം കഴിവുള്ളവരെന്നാണ് നിങ്ങളെല്ലാവരും പറയുന്നത്. എല്ലാവരും പറയുന്നുണ്ട് കേരളത്തിലുള്ളവർ ഉള്ള യുവജനങ്ങളെല്ലാം അബ്രോഡ് കയറി പോവാണ്, കുറച്ച് കഴിയുമ്പോഴത്തേനും ഇവിടെ ആൾക്കാർ കാണില്ല, ഒന്നും കാണില്ല എന്നൊക്കെ. നിങ്ങൾ ഈ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നവരെ കണക്കെടുക്കാൻ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് കേരളത്തിൽ നിലവിൽ എത്ര പേർക്ക് ജോലി ഇല്ലാതെ നിൽക്കുന്നു എന്നൊരു കണക്ക് നിങ്ങൾ ഇതുവരെ എടുത്തിട്ടുണ്ട്? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരു സെൻസസ് എടുക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ ഇപ്പോഴും സ്റ്റാർട്ടിങ് സാലറി എന്ന് പറയുന്നത് 12, 15, 18. അത് കൂടുതലൊന്നും പോയിട്ടില്ലല്ലോ. ഈ 12, 15, 18 ഈ 18 കിട്ടുന്നവർക്കെങ്കിലും ഒരു പെട്രോൾ കാശ് മുതലാകുന്നുണ്ടോ? കാരണം പെട്രോളിന് ഇപ്പോൾ എന്നാ വില, അതാരും ചിന്തിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ഇനി ചിന്തിക്കേണ്ട കാര്യം, ഇനിയുള്ള തലമുറയെങ്കിലും കേരളത്തിൽ എങ്ങനെ പിടിച്ചു നിർത്താമെന്നല്ലേ, അല്ലെങ്കിൽ അബ്രോഡ് അവരെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം എന്നല്ലേ ചിന്തിക്കേണ്ടത്. അല്ലാതെ പോയവരെക്കുറിച്ച് കുറ്റം പറയട്ടോ, അല്ലെങ്കിൽ എങ്ങനെ കയറി പോവുക നാടിക്കുന്ന അപ്പോട്ടോ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല, ഇനിയുള്ള തലമുറ എങ്ങനെ കേരളത്തിൽ പിടിച്ചു നിർത്താം, അതിന് പറ്റിയ സാഹചര്യങ്ങൾ അതൊക്കെ പഠിക്കാനല്ലേ പറഞ്ഞത്. അതൊക്കെ പഠിക്കുകയല്ലേ ചെയ്യേണ്ടത്. ഇനി അത് പഠിക്കാൻ വേണ്ടി കുറേ കാശ് മുടക്കി ഒരു വണ്ടി എടുത്ത് കേരളത്തിൽ കൂടെ ഇറങ്ങുമായിരിക്കും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓഫീസ് റൂമിൽ ചിന്തിച്ചാൽ മതി. അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി യുവാക്കളുടെ കാര്യങ്ങളൊന്ന് അന്വേഷിച്ചാൽ മതി. ഇനിയുള്ള തലമുറ എങ്ങനെ കേരളത്തിൽ പിടിച്ചു നിർത്താം എന്നാണ് ചിന്തിക്കേണ്ടത്. പണ്ടൊക്കെ കേരളത്തിൽ ജോലി കിട്ടണമെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അതല്ല. ഇപ്പോൾ അതൊക്കെ ആകെ മാറി. ഇപ്പോൾ കാശുണ്ടോ, പിന്നെ റെക്കമെൻഡ് ചെയ്യാൻ ആളുണ്ടോ, ഏത് 10ാം ക്ലാസ് ചോദിച്ചവനും ഏത് നിലയിലുള്ള ജോലിയും കിട്ടും. അത് ഞാൻ പറയാം സത്യമാണോ? നിങ്ങൾ തന്നെ പറ. ഞാൻ പറയാം തെറ്റാണെങ്കിൽ നിങ്ങൾ പറ, തെറ്റാന്ന് പറ, ഞാൻ സമ്മതിക്കാം. കാരണം പണ്ട് കഴിവ് നോക്കിയാണ് ജോലി കൊടുത്തിരുന്നെങ്കിൽ ഇപ്പം കഴിവിന് അവിടെ ഒരു സ്ഥാനമില്ല. ഇപ്പം അവിടെ ആകെ സ്ഥാനമുള്ളത് പണത്തിനും റെക്കമെൻഡ് ചെയ്യാൻ ആളുണ്ടോ, എന്നാൽ നിങ്ങൾക്ക് ജോലി ഉറപ്പ് എന്നൊരൊറ്റ കാണത്തിലാണ് കേരളം ഇപ്പം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അബ്രോഡ് കയറിപ്പോയി എന്ന് പറയുന്നവർ തന്നെ പറയുന്നുണ്ട് അവരിനി ഒരിക്കലും തിരിച്ചു വരികയില്ല, അവരവിടെ തന്നെ സ്റ്റേ ചെയ്യുന്നത്. സത്യമാണ്, അവരിനി ഒരിക്കലും തിരിച്ചു വരില്ല. കാരണം കേരളം അത്രത്തോളമാണല്ലോ നിങ്ങൾ ഭരിച്ച് വളർത്തി പന്തലിച്ച് വെച്ചേക്കുന്നത്. തിരിച്ചു വന്നാൽ ഒരു സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാമെന്ന് വെച്ചാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങളാണല്ലോ, അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഭരണാധികാരികളാണല്ലോ നമുക്കുള്ളത്. സത്യമല്ലേ? കേരളത്തിൽ എങ്ങനെയും ജീവിക്കാൻ നിവൃത്തിയുണ്ടെങ്കിൽ ഒരു പേരൻസും ലക്ഷക്കണക്കിന് ലോൺ എടുത്ത് കടവും വരുത്തി വെച്ച് അവരുടെ സ്വന്തം പിള്ളേരെ വിദേശത്തേക്ക് പറഞ്ഞു വിടുകയല്ല. അതെന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇത്ര ബുദ്ധിമുട്ട്? കുറച്ച് പേർക്കൊക്കെ അറിയാം, അല്ല നമ്മുടെ ഭരണാധികാരികൾക്ക് എല്ലാം അറിയാം എന്തുകൊണ്ടാണ് കയറി പോകുന്നതെന്ന്. പക്ഷേ അവർ പറയാല്ല, അവരിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അവരെങ്ങനെയെങ്കിലും ഈ കൊല്ലം കഴിയുമ്പോഴത്തേനും അടുത്ത കൊല്ലത്തേക്കും കൂടി 5 വർഷത്തേക്ക് കൂടി ഭരണം നീട്ടിക്കിട്ടാമെന്നുള്ള രീതിയിൽ ഭരണം തീരാറാകുമ്പോഴത്തേനും ഒരു ബസ് എടുത്തിട്ട് ഇറങ്ങും. ആഹാ, അന്തസ് എന്താല്ലേ. എന്നിട്ട് അതിൻ്റെ വാലെ തൂങ്ങി ഇറങ്ങാൻ കുറേ പൊട്ടന്മാർ വേറെ. ഇങ്ങനെ ഒരു നാട്. നമ്മളെ കേരളം ഭരിക്കുന്നവർ യുവജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നല്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ എനിക്കത് ചെയ്യുന്നുണ്ടായിരിക്കും മനസ്സിലായിട്ടില്ല കേട്ടോ. ഒന്നും ചെയ്യുന്നില്ല എന്നതിനൊരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾ ഈ കോട്ടയം കുറവലങ്ങാട് സൈഡിൽ കൂടെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കുര്യനാട് ആ പ്രദേശത്ത് ഞാൻ കണ്ടതെന്ന് തോന്നുന്നു, ഒരു സയൻസ് സിറ്റി, സ്മാർട്ട് സിറ്റി, അങ്ങനെ ഒരു സംഭവം ഒരു 5-6 കൊല്ലം മുമ്പ് കല്ലിട്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? കെട്ടിടം ഏകദേശമൊക്കെ പണിയായിട്ടുണ്ടെന്നല്ല, കെട്ടിടം ഇടയ്ക്കിടയ്ക്ക് പണിതുകൊണ്ടിരിക്കുന്നു. അതെങ്ങനെയാണ്? കാരണം അത് കല്ലിട്ട സമയത്ത് ഏതാണ്ട് അതിൻ്റെ മുമ്പൊക്കെ പറഞ്ഞായിരുന്നു 13,000 യുവജനങ്ങൾക്ക് ജോലി കിട്ടും, തൊഴിലില്ലാത്തവർക്ക് അവിടെ തൊഴിലായിട്ട് കിട്ടും. ഭയങ്കര ബിരിയാണിയൊക്കെ വെച്ചായിരുന്നു, ഭയങ്കര കല്ലിടലും പരിപാടിയൊക്കെ. പക്ഷേ ഇതുവരെയായിട്ടും അതിൻ്റെ പണി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിപ്പോഴും മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കും. ഇത് ഇവരെപ്പോഴാണ് പണിയുന്നതെന്ന് അറിയോ? ഓരോ ഇലക്ഷൻ അടുക്കും തോറും ആ സമയത്ത് അവിടെ കുറച്ച് പണി നടക്കും. കാരണം ഞാൻ ആ വഴിക്കൂടെ നാട്ടിലുണ്ടായ സമയത്ത് ഞാൻ വഴിക്കൂടെ പോയിക്കൊണ്ടിരുന്നു. അപ്പം ഇപ്പം ചെന്നാലും കാണാം മൊത്തം പള്ള പിടിച്ച് കിടക്കുകയാണ് സ്ഥലം. അതൊരിക്കലും ഇവർ പണി പൂർത്തീകരിക്കില്ലെന്ന് തോന്നുന്നു. ഒരു 10 കൊല്ലം എടുത്താലും അതിപ്പോൾ കിടക്കുന്ന തന്നെ നടക്കുള്ളൂ.
അവിടെ വല്ലപ്പോഴും വന്നോ രണ്ടോ ആൾക്കാരെ അത് പണിയുന്നത് കാണാം. അപ്പം അതൊക്കെ ഒന്ന് നേരെ ചൊവ്വേ നോക്കിയും കണ്ട് നടത്തി പണി കഴിച്ചിരുന്നെങ്കിൽ എത്ര പേർക്ക് ജോലി കിട്ടിയാൽ നിങ്ങൾ പറഞ്ഞ പോലെ 10,000-3000 യുവജനങ്ങൾക്ക് ജോലി കിട്ടും. പക്ഷേ അതാരും ചെയ്യുന്നുമില്ല. സത്യമില്ലത്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറ. തെറ്റുണ്ടെങ്കിൽ തെറ്റാണെന്ന് തന്നെ പറഞ്ഞു.